അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കിയതും ഒരു തട്ടിപ്പായിരുന്നു. ട്രംപ് പുറത്തിറക്കിയ മീം കോയിൻ സത്യത്തിൽ ഒരു തമാശയാണ്. സാധാരണയായി മൂല്യമോ ആധികാരികതയോ പ്രയോജനമോ ഇല്ലാത്ത ക്രിപ്റ്റോ കറൻസിയാണ് മീം ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ സെക്ടറിലെ വളരെ അസ്ഥിരമായ ഒന്നാണിത്. അവ പലപ്പോഴും ആരംഭിക്കുന്നത് തന്നെ ഒരു തമാശയായാണ്, വെറും നേരം പോക്കായി. അവക്ക് അന്തർലീനമായ മൂല്യമൊന്നുമില്ലെങ്കിലും ആവശ്യത്തിന് ആളുകൾ അവ വാങ്ങാൻ തയ്യാറാണെങ്കിൽ അവയുടെ വില ഉയരാൻ തുടങ്ങും. എന്നാൽ അത് അങ്ങേയറ്റം ചാഞ്ചാട്ടമുള്ളതായിരിക്കും. അതായത് സ്ഥിരത എന്നൊരു കാര്യം ഇവക്ക് ഉണ്ടാവുകയേയില്ല. 2013 അവസാനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഒരു തമാശയായി സൃഷ്ടിച്ചവയാണ് ഇവ. വ്യക്തമായ ലക്ഷ്യമോ പദാർത്ഥമോ ഇല്ലാത്ത മീം കോയിൻ ചില രാജ്യങ്ങൾ നിരോധിച്ചിട്ടുമുണ്ട്. ബിറ്റ്കോയിൻ, എന്തൂറിയം, ടെതർ തുടങ്ങിയ 20ഓളം ക്രിപ്റ്റോ കറൻസികൾ ലോകത്ത് പ്രചാരത്തിലുണ്ട്. ഇതിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിശ്വാസ്യത ആർജിച്ചതുമാണ്. ഇതിനിടയിലാണ് വെറുമൊരു തമാശയായി അവതരിപ്പിക്കപ്പെട്ട മീം കോയിൻ ട്രംപ് പുറത്തിറക്കുന്നത്. ഇതാണ് ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നത്. ജനുവരി 17 രാത്രി ഒരു മുൻകൂർ അറിയിപ്പും കൂടാതെയാണ് സൊളാന ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന മീം നാണയം വാഷിംഗ്ടൺ DC ട്രംപ് പുറത്തിറക്കുന്നത്. 2024 സെപ്റ്റംബറിൽ ട്രംപും അദ്ദേഹത്തിൻ്റെ മക്കളായ എറിക്കും ഡൊണാൾഡ് ജോൺ ട്രംപ് ജൂനിയറും ചേർന്ന് ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമായ ലിബർട്ടി ഫിനാൻഷ്യൽ രൂപീകരിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ മാസം ആദ്യം ഡെലവെയറിൽ രൂപീകരിച്ച ട്രംപ് ഓർഗനൈസേഷൻ്റെ ഭാഗമായാണ് CIC ഡിജിറ്റൽ LLC ആണ് ട്രംപ് ക്രിപ്റ്റോ കറൻസി അവതരിപ്പിക്കുന്നത്. ആകെ 1000 ദശലക്ഷം കോയിനുകളിൽ 200 ദശലക്ഷം ടോക്കണുകളാണ് പൊതുജനങ്ങൾക്കായി പുറത്തിറക്കുകയും ബാക്കി 800 ദശലക്ഷം ട്രംപുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിലനിർത്തുകയുമായിരുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ മൊത്തം വിതരണം 1 ബില്യണായി വർദ്ധിപ്പിക്കുകയായിരുന്നു പദ്ധതി. ജൂലൈയിൽ നടന്ന റാലിക്കിടെയുണ്ടായ വധശ്രമത്തിന് പിന്നാലെ ട്രംപ് പറഞ്ഞ ഫൈറ്റ് 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 എന്ന വാക്കുകൾക്ക് മുകളിൽ മുഷ്ടി ഉയർത്തി പിടിച്ചിരിക്കുന്ന ട്രംപിൻ്റെ ചിത്രത്തോടു കൂടിയാണ് ട്രംപിൻ്റെ മീം കോയിൻ പുറത്തിറക്കിയത്. ഞങ്ങൾ നിലകൊള്ളുന്ന എല്ലാറ്റിലും വിജയിക്കുന്നു എന്ന് ബിറ്റ്കോയിൻ അതിൻ്റെ ചിത്രത്തിലൂടെ പ്രതിഫലിക്കുന്നു. അതേസമയം മെലാനിയുടെ കറുപ്പും വെളുപ്പും ഫോട്ടോയിൽ കൈകൾ കൂപ്പി നന്ദി പറയുന്ന പോലെയാണ് മെലാനിയുടെ മീം കോയിൻ പുറത്തിറക്കിയത്. എൻ്റെ പുതിയ ഔദ്യോഗിക ട്രംപ് മീം ഇവിടെയുണ്ട്. നമ്മൾ വിജയത്തിന് വേണ്ടി നിലകൊണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾക്കുള്ള സമയമാണിത്. അതുകൊണ്ട് വിജയിക്കുക. എൻ്റെ പ്രത്യേക ട്രംപ് കമ്മ്യൂണിറ്റിയിൽ ചേരുക. ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ച തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കോയിൻ്റെ നിയമസാധുത സ്ഥിരീകരിച്ച് പുറത്തിറക്കിയ വാക്കുകളാണിവ. ട്രംപ് കോയിൻ പുറത്തിറക്കിയെങ്കിലും അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അപ്പോൾ തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് വളരെ അസ്ഥിരമാണെന്നതും കുറഞ്ഞ കാലയളവിനുള്ളിൽ വിലകളിൽ കാര്യമായ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെന്നതും പലരും ചൂണ്ടിക്കാട്ടി. ട്രംപ് പണ്ടോറയുടെ പെട്ടി തുറന്നെന്ന വിമർശനവുമുണ്ടായി. എന്നാൽ പലരും ട്രംപിനോടുള്ള അമിതാരാധനയിൽ കറൻസി വലയിൽപ്പെട്ടു എന്ന് വേണം കരുതാൻ. ചിലർ കോടിക്കണക്കിന് ഡോളർ നേട്ടമുണ്ടാക്കിയപ്പോൾ നിരവധി പേർ വലിയ നഷ്ടത്തിൻ്റെ ഇരകളായി മാറുകയും ചെയ്തു. ഈ ഒരൊറ്റ കോയിൻ ഒറ്റ രാത്രി കൊണ്ട് ട്രംപിൻ്റെ സമ്പത്തിൽ 60,000 കോടി രൂപയുടെ വർധനവുണ്ടാക്കിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഫോബ്സിൻ്റെ 2024 ലോക സമ്പന്നരുടെ പട്ടികയിൽ 400 പേരിൽ 319 സ്ഥാനത്തായിരുന്നു ട്രംപ്. അവിടെ നിന്ന് ഒറ്റയടിക്ക് ആദ്യ 25 സമ്പന്നരിൽ ഒരാളായി മാറുന്നിടത്തേക്കാണ് കോയിൻ്റെ മൂലധനം ട്രംപിനെ എത്തിച്ചത്. ബ്ലൂംബർഗിൻ്റെ ബില്യണയർ ഇൻഡെക്സിൽ ട്രംപിൻ്റെ ആസ്തി $7.16 ബില്യൺ ആയിരുന്നു. ട്രംപിൻ്റെ ക്രിപ്റ്റോ നിക്ഷേപങ്ങളെ കണക്കിലെടുക്കാതെയുള്ള തുകയാണിത്. മീം കോയിനിലൂടെ ട്രംപിൻ്റെ സമ്പത്ത് 89% ആദ്യ ദിനങ്ങളിൽ വർദ്ധിച്ചത്. ഇതോടെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ഏകദേശം $45 ബില്യൺ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റ് ആസ്തികളുമായി ചേർത്തതോടെയാണ് ലോകത്തിലെ ഏറ്റവും ധനികരായ 25 പേരുടെ പട്ടികയിലേക്ക് ട്രംപ് എത്തിയത്. ഈ കച്ചവടത്തിലൂടെ ട്രംപിന് മാത്രമല്ല കുടുംബങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ ലാഭവിഹിതം കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ട്രംപിൻ്റെ അനുബന്ധ ബിസിനസ്സുകളും ഈ കളിയിൽ മികച്ച നേട്ടമുണ്ടാക്കി. നിലവിൽ ഏകദേശം $700 കോടി നേട്ടമാണ് മറ്റു കമ്പനികൾ ഉണ്ടാക്കിയത്. ഒരു ട്രേഡർ $1.1 മില്യൺ ചെലവഴിച്ച് 6 മില്യൺ ട്രംപ് കോയിനുകൾ വാങ്ങുകയും വെറും 90 സെക്കൻഡ് കൊണ്ട് ഇയാളുടെ നിക്ഷേപ മൂല്യം
$23 മില്യൺ വർദ്ധിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. തുടക്കത്തിൽ ഇങ്ങനെ നേട്ടമുണ്ടാക്കിയവർ പലരുമുണ്ടെങ്കിലും പിന്നീട് തകർന്നടിഞ്ഞ് നിരവധി പേർക്കാണ് വളരെ വലിയ തുക നഷ്ടമായത്. പ്രാരംഭഘട്ടത്തിൽ വൻ ആവേശമുണ്ടായിരുന്നിട്ടും നാണയത്തിൻ്റെ മൂല്യത്തിലുണ്ടായ ദ്രുതഗതിയിലുള്ള ഇടിവ് നിക്ഷേപകരിലും വ്യവസായ വിദഗ്ധരിലും ആശങ്ക ഏറെയാണ് ഉയർത്തിയത്. ചിലർ ഈ സംരംഭത്തെ പമ്പ് ആൻഡ് ഡംപ് പദ്ധതി എന്നാണ് വിലയിരുത്തുന്നത്. മീം കോയിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കൂടിയാണത്, പമ്പ് ആൻഡ് ഡംപ്. ഒരു കൂട്ടം ആളുകൾ അവർ കുറഞ്ഞ വിലക്ക് വാങ്ങിയ സ്റ്റോക്ക് ഉയർന്ന വിലക്ക് വിൽക്കുന്നതിനായി തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പോസിറ്റീവ് പ്രസ്താവനകളുടെ സ്റ്റോക്കിൻ്റെ വില കൃത്രിമമായി വർദ്ധിപ്പിക്കുകയും ഈ ഉയർന്ന തുകക്ക് അവരുടെ സ്റ്റോക്ക്, അതായത് ഓഹരികൾ വിറ്റഴിക്കുകയും വിറ്റുകഴിഞ്ഞാൽ സ്വാഭാവികമെന്ന രീതിയിൽ വില കുറയുകയും അതുവഴി നിക്ഷേപകർക്ക് അവരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് പമ്പ് ആൻഡ് ഡംപ്. ഇവിടെ ആദ്യകാല നിക്ഷേപകർ പിന്നീടുള്ളവരുടെ ചെലവിൽ ലാഭം നേടുന്നു. അന്തർലീനമായ മൂല്യമില്ലാത്തതും അങ്ങേയറ്റം ചാഞ്ചാട്ടത്തിന് വിധേയമായ മീം നാണയങ്ങളിൽ നിക്ഷേപിക്കുന്നത് തന്നെ ദുരന്തമാണെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ട്രംപ് ടോക്കണിൻ്റെ സമാരംഭം പണ്ടോറയുടെ പെട്ടി തുറക്കുന്നത് പോലെയാണ് എന്ന് ക്രിപ്റ്റോ അനലിസ്റ്റ് ജസ്റ്റിൻ ഡി അനേതർ ആണ് മുന്നറിയിപ്പ് ആദ്യം നൽകിയത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള പൊതുവ്യക്തികൾ ഊവക്കച്ചവട വിപണികളിൽ ഇങ്ങനെ സ്വാധീനം ചെലുത്തുന്നത് നിയമവിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രമുഖ അഭിഭാഷകനായ പ്രൈസ്റ്റൺ ബെർബർ പറഞ്ഞത്, ആർക്കെങ്കിലും പണം നഷ്ടപ്പെടും. ചില അഭിഭാഷകർ അതിനെ ന്യായീകരിക്കാൻ ഒരു സിദ്ധാന്തവും ഫയലും കൊണ്ടുവരും. ക്രിപ്റ്റോയിലേക്കുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ആശങ്കാജനകമാണെന്നാണ് വാച്ച് ഡോഗ് ഗ്രൂപ്പായ പ്രൊജക്ട് ഓൺ ഗവൺമെന്റ് ഓവർസൈറ്റിന്റെ മേധാവി ഡാനിയൽ ബ്രയാൻ പറഞ്ഞത്. പ്രസിഡന്റിന് വേണ്ടിയുള്ള ഒരു നഗ്നമായ സാമ്പത്തിക വൈരുദ്ധ്യം എന്നതിലുപരി ദേശീയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്ന ഇക്കാലത്ത് അദ്ദേഹത്തിന്റെ നടപടി കൂടുതൽ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും അദ്ദേഹം പറയുന്നു. ഇതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പുതിയ ഡിജിറ്റൽ കറൻസിയുടെ വിശദാംശങ്ങൾ നീക്കം ചെയ്തുവെന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ട്രംപിന്റെ മീം കോയിനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കോയിൻ വിൽക്കുന്ന വെബ്സൈറ്റ് വാങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കോയിൻ അങ്ങേയറ്റം അസ്ഥിരമായിരിക്കാമെന്നും ട്രംപ് മീമുകളുടെ വിൽപ്പനയുമായോ മറ്റ് വിനിമയവുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗണ്യമായ നഷ്ടം ഉണ്ടായേക്കാമെന്നും ഒക്കെയാണ് നൽകുന്ന മുന്നറിയിപ്പ്. പിന്നെ സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ മദ്യക്കുപ്പിക്ക് മുകളിലും ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് നൽകുന്നത് കൊണ്ട് മാത്രം ആരും അവ വാങ്ങാതിരിക്കുന്നില്ലല്ലോ. വാങ്ങി ഉപയോഗിക്കുന്നവർ പെടും എന്നതാണ് സത്യം. അതുപോലെ ട്രംപിന്റെ കോയിൻ വാങ്ങിയവരെല്ലാവരും പെട്ടു. Waytonikah.com, the exclusive Muslim matrimonial site.